നമ്മൾ 5 വർഷം കഴിഞ്ഞാലുള്ള കേരളം എന്താകണം, 10 വർഷം കഴിഞ്ഞാലുള്ള കേരളം എന്താകണം എന്നതിനെക്കുറിച്ച് നമുക്കൊരു ലോങ് ടേം പെർസ്പെക്റ്റീവ് ഉണ്ടാവണം. നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണ്, ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാം ഓക്കെയാണ് എന്നല്ല. പല കാര്യങ്ങളും നമ്മൾ കാലാനുസൃതമായി നമ്മൾ റിവ്യൂ ചെയ്യണം. ലോകത്ത് നോളജ് എക്സ്പ്ലോഷൻ നടക്കുകയാണ്, വിജ്ഞാന വിപ്ലവം വിസ്ഫോടനം നടക്കുകയാണ്, ലോകത്തെ എല്ലാ ഭാഗങ്ങളിലും ഗവേഷണങ്ങൾ നടക്കുകയാണ്, എല്ലാ വിഷയങ്ങളിലും പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുകയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ വരികയാണ്. പണ്ടും ഇത് വന്നുകൊണ്ടിരുന്നു, പക്ഷേ അന്നത്തെ സ്പീഡല്ല ഇപ്പോൾ ഭയങ്കര സ്പീഡാണ്. നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടി കോളേജിൽ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവുകയാണ്, കാരണം പുതിയ അറിവ് വരികയാണ്. അപ്പം നോളജ് അപ്ഡേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനോടും നമുക്ക് ആ ഒരു ധാരണയോട് കൂടി വേണം നമ്മൾ ഓരോ സബ്ജക്റ്റിനെയും സമീപിക്കാൻ. അപ്പോൾ കേരളം നേരിടുന്ന ഒരു വെല്ലുവിളി ബ്രെയിൻ ഡ്രെയിനാണ്. കേരളത്തിൽ നിന്ന് കുട്ടികൾ പോവുകയാണ്, പുറത്തോട്ട് പോവുകയാണ്, പഠിക്കാൻ ജോലിക്കെല്ലാം പോവുകയാണ്. അതിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതുകൊണ്ടൊന്നും തെറ്റില്ല, പക്ഷെ ഇത്രയും ബൾക്ക് നമ്പർ പോകണോ? പോകുന്നവരെല്ലാം നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണോ പഠിക്കുന്നത്? അവരെല്ലാം അവിടെ സേഫാണോ? നല്ല ജോലിയാണോ കിട്ടുന്നത് എന്നുകൂടി നമ്മൾ അന്വേഷിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നമ്പർ ഇവിടെ നിന്ന് പോകുന്നത്? നമുക്കെന്തോ കുറവുണ്ടല്ലോ ഇവിടെ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ഒരു പാളിച്ചയുണ്ട്, നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന് കുറവുണ്ട്. അതിനെ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും? എന്താണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനെ പറ്റിയ പാളിച്ച? എന്താണ്? ഞാൻ കരുതുന്നത്, നേരത്തെ ഞാൻ നോളജ് എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് കണക്ട് ചെയ്യാം. ഒരു ഗ്ലോബൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നേച്ചർ, ലോകത്തിലെല്ലാത്തും തൊഴിലിൻ്റെ സ്വഭാവം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുക. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് ഒരു ചേഞ്ച് ഉണ്ടായത്. അതിനു മുമ്പ് ഇങ്ങനെ തൊഴിൽ ഒരേപോലത്തെ തൊഴിലാണ്. ഇപ്പം അതല്ല, കമ്പ്യൂട്ടറും കടന്ന് AI ടൂൾസൊക്കെ ഉപയോഗിച്ച ആളുകൾ തുടങ്ങിയപ്പോഴേക്കും വളരെ വേഗത്തിൽ തൊഴിലിൻ്റെ സ്വഭാവം മാറുക. ഇപ്പം 4-5 വർഷം എടുക്കുമ്പോഴേക്കും ഒരു തൊഴിൽ ഇല്ലാതാവുകയാണ്. പക്ഷെ ഒരു തൊഴിൽ ഇല്ലാതാവുമ്പോൾ വേറൊരു സ്ഥലത്തൊരു ഡോർ ഓപ്പൺ ആവുന്നുണ്ട്, ഒരു വാതിൽ തുറക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? അതനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ നമുക്ക് തുടങ്ങണം. അതനുസരിച്ച് നമ്മുടെ കരിക്കുലം നമ്മൾ റീസ്ട്രക്ചർ ചെയ്യണം. സ്കില്ലുള്ളവരുണ്ട്, പക്ഷെ ആ സ്കില്ല് പോരാ, അവരെ തിരിച്ചു കൊണ്ടുവന്ന് റീസ്കില്ല് ചെയ്യണം, റീഓറിയൻറ്റേഷൻ നടത്തണം. അപ്പോൾ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസം നമുക്കുണ്ടാകും.